12-ാം സ്ഥലം. പരിശുദ്ധാത്മാവ് എഴുന്നള്ളുന്നു. അഗ്നിയാൽ സ്നാനം സ്വീകരിച്ച് ശിഷ്യർ അഭിഷിക്തരാകുന്നു. ഉയിർത്തെഴുന്നേറ്റ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും നിത്യജീവൻ നൽകുന്നവനുമാകുന്നു. തിരുവചനം. പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ചു കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. മാതാവും ശിഷ്യരും ഏകമനസ്സോടെ മാളിക മുകളിലിരിക്കെ പരിശുദ്ധാത്മാവ് അഗ്നിനാവായി വന്നു പാവന സ്നാനമേകിയെന്ന് ശിഷ്യരെ അഭിഷിക്തരാക്കി. പാമരരായവർ ശിഷ്യരന്നേരം പണ്ഡിത ശ്രേഷ്ഠരായി മാറി. വിസ്മയഭരിതരായി ലോകരെല്ലാരും അക്കാഴ്ച കണ്ടങ്ങു നിന്നു. പാരം അദ്ഭുത സ്തബ്ധരായി നിന്നു. ശിഷ്യരിലന്നു നിറഞ്ഞ പോൽ നൽവരം ഞങ്ങൾക്കുമേകണം നാഥ. പാവനാത്മാവാലെ പൂരിതരാക്കി യേശുവിൻ പ്രേക്ഷിതരാക്കൂ ദാദാ, വരദാന ഭൂഷിതരാക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങ് അരുൾ ചെയ്തു, നിങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും. അങ്ങ് വാഗ്ദാനം ചെയ്തതുപോലെ പന്തക്കുസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവിനെ നൽകി ശിഷ്യരെ അഭിഷിക്തരാക്കി. അധസ്ഥിതരെയും അറിവില്ലാത്തവരെയും അങ്ങ് ശിഷ്യരായി തിരഞ്ഞെടുത്തു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അവരെ ഉത്കൃഷ്ടരും ജ്ഞാനികളുമാക്കി തീർത്ത അങ്ങയുടെ ദൈവീക പദ്ധതി എത്രയോ മഹനീയം. ആ ദൈവീക വരദാനത്താൽ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളെയും പൂരിതരാക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഉദ്ധിതനായ മിശിഹായുടെ മഹത്വത്തിൽ പങ്കുചേരുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.